സ്വാഗതം. ഒരു 3 വർഷം മുമ്പാണ് ഞാനിങ്ങനെ യൂട്യൂബിലേക്ക് വെച്ച് കയറി വന്നത്. അന്ന് ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് യൂട്യൂബിലേക്ക് വരാനുള്ള കാരണം. ഒറ്റപ്പെട്ടാളമാണ്, മക്കളെ നോക്കണം. അന്ന് ചേച്ചി മോളും എൻ്റെ കൂടെയുണ്ട്. പിന്നെ വാടക വീട്ടിലായിരുന്നു താമസം. എല്ലാം കൂടി വന്നപ്പോൾ നല്ല സാമ്പത്തിക ഞെരുക്കം. അങ്ങനെ വന്നപ്പോൾ മക്കൾ പറയണം, അങ്ങനെ യൂട്യൂബിൽ നിന്നും പണം കിട്ടുന്നൊരു പരിപാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതേക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് വന്നു. ഇതിനു മുമ്പ് ഒരുപാട് മറ്റ് കൃഷികൾ നോക്കി. കാടക്കോഴി, മുട്ടക്കോഴി, പശു, പിന്നെ എന്താ നെറ്റിപ്പട്ട നിർമ്മാണം, കുറേ മേഖലകളിൽ കൈവച്ചു. പക്ഷെ ഒന്നും ശരിയായില്ല. അപ്പോഴാണ് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ളൊരു ചെറിയ അറിവ് കൊണ്ട് ഒരു 3 വർഷം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ നമുക്കതിനൊരു നാണക്കേട്. എന്ത് നാട്ടുകാരും ആൾക്കാരും ഒക്കെ കാണുന്ന ഒരു പരിപാടിയല്ലേ, വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഓർമ്മത്തിൽ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ കാലങ്ങളിങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുകൾ തന്നെ, ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അപ്പം ഒന്ന് മൂത്ത മോള് പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് ഫസ്റ്റ് വീഡിയോ തോന്നുന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഇതിലേക്ക് തന്നെ വരികയാണ്. വേറൊരു രക്ഷയില്ല, ജീവിക്കാനൊരു വഴിയില്ല, ആത്മഹത്യ തന്നെ മുന്നിൽ കാണുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഇതിലേക്ക് വന്നു, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അന്ന് ഈ ലോങ് വീഡിയോസ് ഇടുന്നതിൻ്റെ ആ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് അത്ര അറിയണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ കയറിപ്പോകണം, അതിന് നമ്മളെ കൊണ്ടാവില്ല. ലോങ് വീഡിയോസ് ഇട്ട് വാച്ച് അവർ കൂട്ടാൻ തന്നെ രക്ഷയുള്ളൂ. പക്ഷേ അതിൻ്റെ നിയമാവലികളെക്കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. അറിഞ്ഞാൽ എന്നേ ഞാൻ മോണിറ്റൈസേഷനൊക്കെ കഴിഞ്ഞിട്ട് അക്കൗണ്ടിൽ പൈസ വരാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേനെ. അറിയണ്ടായിരുന്നില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. ആ സമയം തൊട്ടാണ് കറക്റ്റ് 1:30 എന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റുഡിയോ നോക്കിയിട്ട് നമുക്ക് കുറഞ്ഞോ കൂടിയോ എന്നൊരു 3 മണിക്കൂർ കൂടിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമുണ്ട്. ഒരു ദിവസം ഒരു 6 മണിക്കൂർ വരെ കൂടിയിട്ടുണ്ട്. പിന്നെ 2 വീഡിയോ ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതുകൊണ്ട് എനിക്ക് വാച്ച് അവർ കുറഞ്ഞു, 2 ദിവസം കുറഞ്ഞു പോയി. കാരണം മനസ്സിലായി, അതുകൊണ്ട് വിഷമില്ല. പിന്നെ ഞാൻ ഈ വീഡിയോസ് ഇപ്പോൾ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായിട്ട് ഇടുന്നുണ്ട്. അന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്ന കാര്യം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് ആ ഒരു കാര്യമാണ്. കാരണം നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, നമ്മളാ ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ഒരു സബ് കൂടി വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു 200-ന് മേളിലൊക്കെ സബ്ബൊക്കെ വന്ന വീഡിയോസൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ 1,56,000-ന് മേളിൽ വ്യൂസുള്ള ഷോട്ടും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ സന്തോഷം. അതൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും എടുത്ത് കാണാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ വാച്ച് അവറിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഒരുപാട് പുറകിലാണെന്നുള്ള കാര്യം. ഇപ്പോൾ അത്യാവശ്യം വേഗത്തിൽ തന്നെ ഓടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഫെബ്രുവരി കഴിഞ്ഞാൽ ലീവ് എടുക്കുകയാണ് ഞാനൊരു 4 മാസത്തേക്ക്. പിന്നെ വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ അപ്പോഴത്തേക്കൊന്നും മോണിറ്റൈസേഷൻ ഒന്നും എത്തില്ല. ലീവ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നണം. അങ്ങനെ ഈ 4,000 അടുക്കാണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഇനിയും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടണം, വാച്ച് അവർ കൂടണം. നല്ലൊരു മത്സരം തന്നെയാണ് മുന്നിലുള്ളത്. യൂട്യൂബിലേക്കൊന്നും ആരും ഈസി ആയിട്ട് കയറി വരാമെന്നും വിചാരിക്കേണ്ട, പറ്റും. അതുപോലെ ടാലൻ്റുള്ള ആളുകൾ എല്ലാ കാര്യത്തിലും, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരേ പടികൾ സ്റ്റെപ്പുകൾ കയറി പോകാൻ പറ്റും. ഇത് 100,000 പ്രശ്നങ്ങൾക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മകളെല്ലാം ഉണ്ടാവും. അപ്പോൾ പുതിയ ആളുകൾ കടന്നു വരികയാണെങ്കിൽ അവർ നല്ല ആക്റ്റീവായിട്ട്
അങ്ങനെ അതൊരു ജോലി പോലെ കണ്ടെത്തിയിട്ട് നമ്മുടെ ഒരു ജോലിയായിട്ട് നമ്മുടെ ഒരു ജോബ് നമ്മൾ അതിൽ സൈൻ ചെയ്ത് കയറുന്നത് പോലെ തന്നെ യൂട്യൂബിൽ കയറിയാൽ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോയാൽ രക്ഷപ്പെടാം. അല്ലാത്തവരിങ്ങനെ ആമ എഴയുന്ന പോലെ ഒച്ച എഴയുന്ന പോലെ പതുക്കെ 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 പോയിക്കൊണ്ടിരുന്നാൽ കുറേ കാലം പിടിക്കും. അപ്പോൾ വീണ്ടും പറയാണ്, ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നാളെ കാണാം കേട്ടോ.